ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്ന ഒറ്റ ധ്വനിയുള്ളൂ, ഈശോ നീ മനസ്സ് വയ്ക്കണം, നീ മനസ്സ് വെച്ചാൽ ഞാൻ ഓക്കെ ആവും, നീ മനസ്സ് വയ്ക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈശോ വ്യക്തിക്ക് കൊടുക്കുന്ന മറുപടി പ്രകാരമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 13-ാം തിരുവചനം. യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ കേണപേക്ഷിച്ചപ്പോൾ ഈശോ അവനെ സ്പർശിക്കുകയാണ്. കുഷ്ഠരോഗിയെ ഈശോ സ്പർശിച്ചിട്ട് പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ആ നിമിഷം സൗഖ്യം കടന്നു വരിക. നിനക്ക് എപ്പോഴെങ്കിലും മനസ്സും എടുക്കുന്നുണ്ടോ? ദൈവം പോലും നിന്നെ കൈവിട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടോ? ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നീ നന്നായി കാണാനാണ്, നീ സന്തോഷിക്കുന്ന കാണാൻ, നീ സമാധാനത്തിലായിരിക്കുന്ന കാണാൻ സ്വർഗം കാത്തിരിക്കുക. നീ ഒന്ന് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് മനസ്സുണ്ടെന്ന് അറിയാം, നീ മനസ്സ് കാണിച്ചാൽ നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഈശോയെന്ന് പറഞ്ഞു നോക്കി. ആത്മാർത്ഥമായിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ പ്രഭാതത്തിൽ കർത്താവിനൊന്ന് കൊടുത്തേ. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീ ജീവിതത്തിൽ എല്ലാം നന്നായി കാണാനായിട്ട് മനസ്സാകുന്നു എന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. എപ്പോഴും അനുഗ്രഹിക്കുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട്, സമാധാനം നൽകുവാനായിട്ട് നീ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിൽ ഈ വ്യക്തി വളർന്നു വരട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം